സത്യനന്ദിക്കാടിൻ്റെ ചില സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നായക കഥാപാത്രത്തിന് എപ്പോഴും ഒരു മൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കും. മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ക്യാരക്ടറിനെ എപ്പോഴും യാത്ര ചെയ്യിപ്പിക്കും. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്നവനായിട്ടും നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവനായിട്ടും അങ്ങനെ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പ്രകാശൻ. ഈ സിനിമയിലെ ഫഹദിന്റെ കഥാപാത്രം പുറത്തേക്ക് പോകാനായി 18 അടവും പറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടുകിട്ടണം. അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി. എങ്ങനെ? നേഴ്സ്, ഹസ്ബൻഡ് വിസ. ആ ക്യാരക്ടറിന്റെ ഉള്ളിലും ഒരു യാത്ര രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചിത്രത്തിൽ. ഇത് തന്നെയാണ് ചിത്രത്തിന്റെ മെയിൻ പ്രമേയം. ഞാൻ പ്രകാശനിൽ പ്രകാശൻ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വരവേൽപ്പിലെ മുരളി ഗൾഫ് ജീവിതം മടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അനുജൻ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമയുണ്ടായിരുന്നു. ഇത്രയും കാലം പറഞ്ഞില്ലേ, ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല. അവിടെയും ക്യാരക്ടറിന് ഒരു ട്രാവൽ സംഭവിക്കുന്നുണ്ട്, അതും 3 തവണ. 1 ഓൾറെഡി ഗൾഫിലേക്ക് പോയിരിക്കുന്നത്, 2 ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്, 3 ബിസിനസ് എല്ലാം പാളിയ ശേഷം മുരളി വീണ്ടും ഗൾഫിലേക്ക് പോകുന്നത്. ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകളെല്ലാം തകർന്ന് ഒറ്റ നിമിഷം കൊണ്ട് വലിയൊരു കടക്കണിയിലായ കഥാപാത്രമായിരുന്നു ജോമോന്റെ സുവിശേഷത്തിലെ മുകേഷിൻ്റേത്. ഈ സിനിമയിലും ഈ ക്യാരക്ടറിന് ഒരു ട്രാവൽ സംഭവിക്കുന്നുണ്ട്. പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനായി ജോമോൻ അപ്പനെയും കൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. വയലന്റായി വരുന്ന ആൾക്കാർ മുമ്പിലും ഉത്തരം മുട്ടി നിന്നു കൊടുക്കാൻ ഞാൻ അപ്പനെ വിടില്ല. തൽക്കാലം ഇവിടെ നിൽക്കണ്ട, ബാക്കിയൊക്കെ പിന്നെ. സത്യനന്ദിക്കാടിന് യാത്രകൾ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. ചിത്രത്തിലെ നായികയോടൊപ്പം നമ്മളും നായകനും യാത്ര ചെയ്ത സിനിമയായിരുന്നു ഒരു ഇന്ത്യൻ പ്രണയകഥ. ഈ ചിത്രത്തിലെ നായികയായ അമല പോൾ ചെയ്ത കഥാപാത്രം തൻ്റെ അമ്മയെ അന്വേഷിച്ചാണ് നാട്ടിലേക്ക് വരുന്നത്. നായകനായ ഫഹദിന്റെ കഥാപാത്രത്തോടൊപ്പം ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. എൻ്റെ ശരിക്കുള്ള അച്ഛനും അമ്മയും ഇവിടെ എവിടെ ഉണ്ടാകില്ലെന്നൊരു തോന്നൽ, അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മഴവിൽ കാവടിയിലും ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലും ജോലി തേടി മറ്റൊരു നാട്ടിലേക്ക് വരുന്ന നായക കഥാപാത്രങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ഈ നേരെ പഴനി ചെല്ലണം, കുഞ്ഞിക്കാരനെ കാണണം, ഓനോട് കാര്യങ്ങൾ മുഴുവൻ പറയണം. ഓൻ നിനക്കൊരു പണിയാക്കി തരും. വസ്തു വിറ്റ് കിട്ടിയ 10,000 രൂപ വിസയ്ക്ക് വേണ്ടി തൊലച്ചു. ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നാടോടി കാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നത് മൂലം ബുദ്ധിമുട്ടിലാകുന്ന 2 ചെറുപ്പക്കാർ. ജീവിതത്തിൽ രക്ഷപ്പെടുവാനായി അവർ ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫ് പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ചതിക്കപ്പെട്ട് മദ്രാസിൽ എത്തിച്ചേരുന്നു. പാരീസിലേക്ക് ഇവിടുന്ന് ബസ്സാ. എന്റെ ഈശ്വര, ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ല. ഇവിടെയും അവർ കേരളത്തിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ സിനിമയുടെ തുടർച്ചയായി വന്ന പട്ടണ പ്രവേശത്തിൽ CIDകളായി മാറിയ ദാസനും വിജയനും പുതിയൊരു കൊലപാതക കേസ് അന്വേഷിക്കുന്നതിനായി പുതിയൊരു നാട്ടിലേക്ക് വരുന്നത് നമുക്ക് കാണാം. സിറ്റിയിലേക്ക് ജോലിയുടെ ഭാഗമായി വരുന്ന 2 കഥാപാത്രങ്ങളാണ് രാമാനുജനും ജ്യോതിയും. ഫൈറ്റ് ചെയ്ത് സിവിൽ എഞ്ചിനീയറിംഗില്ല, അതുകൊണ്ടെന്താ 3 സ്റ്റാർ ബിൽഡേഴ്സിൽ തിരക്കേള്ളത്തിന് ജോലി കിട്ടിയില്ലേ? കുട്ടി മദ്രാസിൽ പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? ഓ, പഠിച്ചോണ്ട് ജോലി ചെയ്യണല്ലേ. ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നതും റാമിന് ജ്യോതിയോടൊരു പ്രണയം തോന്നുന്നതുമാണ് കഥ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ സിനിമയിലും കഥാപാത്രങ്ങൾക്ക് ഒരു മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട്. അച്ചുവിന്റെ അമ്മയിലേക്ക് വരുമ്പോൾ മീര ജാസ്മിന്റെയും ഉർവശിയുടെയും കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലത്ത് വലിയൊരു പെൺവാണിഭ സംഘത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു ദൂരദേശത്തേക്ക് ഓടി വരുന്ന വനജയെയും അശ്വതിയെയും നമുക്ക് കാണാം. ഭർത്താവിന്റെ മരണശേഷം വിദ്യാലക്ഷ്മി പ്രേമൻ എന്ന ഓട്ടോ ഡ്രൈവറെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുണ്ടാകുന്ന സൗഹൃദവും വിദ്യാലക്ഷ്മിയുടെ ജീവിതം പുതിയൊരു ഘട്ടത്തിലേക്ക് മാറുന്നതുമൊക്കെയാണ് കഥ തുടരുന്നു എന്ന സിനിമ. ഈ സിനിമയിൽ പ്രേമന്റെ നേതൃത്വത്തിൽ കോളനിക്കാർ വിദ്യാലക്ഷ്മിയെ പഠിപ്പിക്കുകയും ജോലിക്കായി വിദ്യാലക്ഷ്മി വിദേശത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. നീണ്ട കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ജയറാമും സത്യനന്ദിക്കാടും ഒരുമിച്ചൊരു ചിത്രമായിരുന്നു മകൾ. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന നന്ദകുമാർ എന്ന ജയറാമിന്റെ കഥാപാത്രം. ജോലി പോയല്ലേ? പോയതല്ല, കളഞ്ഞതാ. ഈ ചിത്രത്തിലും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഈ കഥാപാത്രത്തിനൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കഥാപാത്രത്തിന്റെ യാത്രകൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും